അച്ചൻകോവിലാറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ വെള്ളത്തെ നിയന്ത്രിച്ചിരുന്നത് ഈ പമ്പയിലേക്ക് ഇത് ഒഴിയുന്നതിലൂടെയാണ്. പമ്പയാറ്റിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് ആ വെള്ളം ഉത്തരപ്പള്ളിയാറിലൂടെ ഒഴുകി ഈ അച്ചൻകോവിലാറിൽ തീർന്നുണ്ടായിരുന്നു. അപ്പോൾ കൈവഴികൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കയ്യേറ്റം നടത്തി അവിടെയൊക്കെ വീടും വെച്ച് നശിപ്പിക്കുക. ഇനി നമ്മുടെ കുളങ്ങളുടെ സ്ഥിതി എന്താണ്? കുളങ്ങൾ, കാവുകൾ, കിണറുകൾ ഇതെല്ലാം മൂടിയില്ല. കേരളത്തിൽ ഏതാണ്ട് 40% കുളങ്ങൾ മൂടിയിട്ടുണ്ട്. കാരണം എന്താ? നമുക്കെന്തിനാ ഈ കുളം? നമുക്ക് പൈപ്പിലൂടെ വെള്ളം കിട്ടും. പിന്നെ ഈ കുളത്തിൽ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? പൈപ്പ് വെച്ചിട്ടുണ്ട്, വെള്ളം ധാരാളം കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ കുളം? ഏത് കുളത്തിലാണ് ഇപ്പം കുളിക്കാൻ പോലും പറ്റുന്നത്? ഞാൻ മീനച്ചിലാറിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ ആറ്റിൽ നീന്തി തുടിച്ചു വളർന്നവരാണ്. 2 വയസ്സാകുമ്പോൾ 3 വയസ്സാകുമ്പോൾ നീന്തൽ നന്നായി അറിയാം. കാരണം നീന്തൽ പഠിച്ചില്ലെങ്കിൽ വെള്ളപ്പൊക്കമാണ്. എല്ലാ വർഷവും വെള്ളം പോകും. വീടിനകത്തൂടെ വെള്ളം കയറി പോകും. അപ്പം നീന്തി പഠിക്കാതിരുന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും. അപ്പം പക്ഷെ ഇന്നെന്താണ് സ്ഥിതി? എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2ാമത്തെ തലമുറയായി. എൻ്റെ പെങ്ങളുടെ മക്കൾ, അവരുടെ ബന്ധുക്കളെല്ലാവരും ഒരെണ്ണം പോലും ഇപ്പോൾ ആറ്റിലേക്ക് ഇറങ്ങാറില്ല. കടവ് തന്നെ കെട്ടി നേരെയാക്കി. കാരണം ആരും കുളിക്കാൻ ഇറങ്ങുന്നില്ല. കുളിക്കാൻ പറ്റില്ല. കാരണം വെള്ളം മലീമസമാണ്. എങ്ങനെ ഈ കുളിക്കും? ഈ ചോദ്യമാണ്. അപ്പോൾ കുളമില്ല, കിണറില്ല, എല്ലാം. കാവുകളുടെ സ്ഥിതി 60% കാവുകൾ വിട്ട് നശിപ്പിച്ചു കേരളത്തിൽ. കാരണം അന്ധവിശ്വാസം, അനാചാരം എന്നൊക്കെ പറഞ്ഞു ഒരു കാലത്തുണ്ടായിരുന്ന വലിയ ഒരു മുന്നേറ്റം ഉണ്ടായി നമ്മുടെ ഈ കേരളം. ഇവിടുത്തെ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എല്ലാവരും കൂടി ഇതിനെതിരായിട്ട് പ്രചരണങ്ങൾ, ഇതിനെതിരായിട്ടുള്ള നാടകങ്ങൾ, പ്രസംഗങ്ങൾ. അതുകൊണ്ട് എന്താ ഇത് ആർക്കും അതിനെക്കുറിച്ച് ബോധമില്ല. ഒരു കാവുണ്ടാകുന്നത് ആരും ഉണ്ടാക്കിയതല്ല. ഒരു കാവ് പ്രകൃതി നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, അത് ഭാവിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി നൽകുന്ന ഒരു വരദാനമാണ് വാസ്തവത്തിൽ. കാരണം എവിടെയെങ്കിലും ഒരു കാവ് കണ്ടാൽ അത് അവിടെ മരം വെച്ച് പിടിപ്പിച്ചതല്ല. അത് പ്രകൃതി സ്വയമേ അവിടെ വളർന്നു വന്നതാണ്. കാരണം അതിൻ്റെ അടിയിൽ വലിയൊരു ജലശേഖരമുണ്ട്. ആ ജലശേഖരം ഉള്ളതുകൊണ്ട് മണ്ണ് എപ്പോഴും അവിടെ ഒരു ഈർപ്പമുള്ളതായിരിക്കും. ഈർപ്പമുള്ള ആ മണ്ണിൽ മരങ്ങൾ തഴച്ചു വളരും. സ്വാഭാവികമാണ്. അങ്ങനെ തഴച്ചു വളരുമ്പോൾ ഈ വെള്ളം അവിടെ പിടിച്ചു നിർത്തും. അതുകൊണ്ടാണ് മുത്തച്ഛന്മാർ പറഞ്ഞത്, കാവ് തീണ്ടരുത്, കുളം പറ്റും. ആരും കാവിൽ കയറി സ്പർശിക്കരുത്. കാവിൽ ഒരു ഇല പോലും പറിക്കരുത്. ഓരോ കാവിൻ്റെ മുന്നിൽ വടിയുമായിട്ട് നിൽക്കുന്ന മുത്തച്ഛിമാരെ പണ്ട് കാണാമായിരുന്നു. കാരണം കുട്ടികളൊന്നും കയറി അതിൻ്റെ അകത്ത് കയറി ഒന്നും ആക്രമിക്കാതെ സംരക്ഷിച്ചു നിർത്തുക. ഇന്ന് പാരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അവാർഡ് കൊടുക്കുമെങ്കിൽ ആ മുത്തച്ഛിക്കാണ് കൊടുക്കുക. കാരണം ഈ കാവുകൾ സംരക്ഷിച്ചു. ഈ കാവ് മുഴുവൻ വെട്ടി നശിപ്പിച്ചാൽ അവിടെ മുഴുവൻ സൂര്യരശ്മി പതിച്ച് അവിടെ മുഴുവൻ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ട് ആ ജലശേഖരം പറ്റിപ്പോകും. അതുകൊണ്ടാണ് കുളത്തിൽ വെള്ളമില്ലാതെ, കിണറ്റിൽ വെള്ളമില്ലാതെ വരുന്നത്. കാവ് തീണ്ടരുത്, കുളം പറ്റും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. പണ്ട് കാലത്ത് ഇതെല്ലാം സംരക്ഷിച്ചിരുന്നതാണ്. ഇന്ന് മനുഷ്യൻ്റെ ആക്രമണം, അവരുടെ ആ ഒരു വലിയ ഒരു അഹന്ത, അവൻ്റെ അത്യാഗ്രഹം, അതിനുവേണ്ടിയാണ് ഈ പ്രകൃതിയെ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുക. ഈ പ്രകൃതി കാണുന്നതൊക്കെ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ കൈ കഴുകാൻ ഒരു കപ്പ് വെള്ളം ചോദിച്ചു. അതിനല്പം വെള്ളം തരണം എന്ന് പറഞ്ഞു. കൈ കഴുകാനാണ്, ആഹാരം കഴിച്ചതിന് ശേഷം കൈ കഴുകാനാണ്. ഒരാൾ പോയി നല്ല ബക്കറ്റിൽ, നമ്മുടെ മഹാത്മാഗാന്ധിയല്ലേ, കഴുകിക്കോട്ടെ നന്നായിട്ട് എന്ന് വിചാരിച്ചൊരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. അദ്ദേഹം അല്പം വെള്ളം കൈ കഴുകാൻ എടുത്തതിന് ശേഷം പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ഫോർ യുവർ ഗ്രീഡ് ബട്ട് ഫോർ യുവർ നീഡ്. നിങ്ങളുടെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ വെള്ളം, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് എവിടെ നിന്നാണോ ഈ വെള്ളം എടുത്തത് കൊണ്ട് തിരിച്ചൊഴിക്കാം. ശരിയാണ്, ഈ പ്രകൃതിയിൽ കാണുന്നതൊക്കെ നമ്മുടെ ദുരാഗ്രഹം, അത്യാഗ്രഹം, നമ്മുടെ ആവശ്യം, ഇതൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് ജീവിക്കണം, എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഞാൻ എന്തിനാ ചിന്തിക്കും, എനിക്ക് എങ്ങനെ സുഖമായി ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ് വെട്ടിപ്പിടിക്കുന്നത്. നമുക്ക് വെള്ളം, ഈ പുഴകൾ മുഴുവൻ ഉത്ഭവിക്കുന്നത് നമ്മുടെ കാടുകളിൽ നിന്നാണ്. ആ കാടുകൾ എത്രയോ കയ്യേറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു. 30% കണ്ട് കാടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു.
കാടിന്റെ വിസ്തൃതി കുറഞ്ഞു വരികയാണ്. പിന്നെ എങ്ങനെയാ പുഴയിൽ വെള്ളം ഉണ്ടാകുക? പുഴയിൽ വെള്ളം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഉത്ഭവസ്ഥാനം അങ്ങ് കാടുകളില്ല. ആ കാട്ടിൽ നിന്നും വേനൽക്കാലത്ത് പോലും വെള്ളം വരുന്നതിന്റെ കാരണം എന്താണ്? ആ കാട് സൂര്യരശ്മികളെ മുഴുവൻ തടഞ്ഞു നിർത്തി മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം മുഴുവൻ ആ മണ്ണ് സംരക്ഷിച്ച് നിലനിർത്തില്ല. എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ആ മണ്ണ് അവിടെ ഉണ്ട്. ആ മണ്ണ് വെള്ളം മുഴുവൻ സംഭരിച്ച് നിർത്തുകയാണ്. ആർക്ക് വേണ്ടിയാണ്? ഈ താഴെ വസിക്കുന്ന ഇടനാട്ടിലും അതുപോലെ തീരദേശത്തും ഒക്കെ കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ മലനാട്ടിൽ ഇന്ന് കയ്യേറ്റങ്ങളായി നമുക്ക് പലതും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ കവികളായിരുന്നാലും മുനിശ്രേഷ്ഠന്മാരായിരുന്നാലും എല്ലാവരും ഈ പ്രകൃതിയെ കണ്ട് ആനന്ദിച്ച് ആദരിച്ച് ബഹുമാനിച്ച് അതിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചവരാണ്. എത്രയെത്ര കവിതകളാണ്! കവികളായിരുന്നാലും ഇപ്പോൾ വയലാറായിരുന്നാലും പി ഭാസ്കരനായിരുന്നാലും ONV ആയിരുന്നാലും എല്ലാവരും എത്രയെത്ര കവിതകളാണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷമായ 90 വർഷം പിന്നിട്ട് ആ സ്മരണം നിലനിർത്താൻ വേണ്ടി നമ്മൾ പല പരിപാടികളുണ്ട്. സുഗതകുമാരിയുടെ കവിതകളിൽ ഈ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചാണ്, പുഴകളെക്കുറിച്ചാണ്, മരസ്തുതി മരത്തെക്കുറിച്ചാണ്. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഒരു തൈ നടുന്നതിനെ കുറിച്ചാണ്. എന്താണ് പരിഹാരം? ഈ കിളിയാർ സംരക്ഷിക്കണമെങ്കിൽ ഈ യാത്ര ചെയ്തപ്പോൾ പലയിടത്തും കാണാൻ കഴിയും, കയ്യേറ്റങ്ങൾ കാണാൻ കഴിയും. ഉണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത്. പല വീടുകളിലും ചോദിച്ചപ്പോൾ ഇവിടെ പണ്ട് എത്ര പ്ലാവുണ്ടായിരുന്നു, മാവുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പണ്ട് ധാരാളം മാവും പ്ലാവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട് പണിക്ക് വേണ്ടി മറ്റു പലതിനും വേണ്ടി പ്ലാവ് വെട്ടി, മാവ് വെട്ടി. പക്ഷെ പകരം പ്ലാവ് വെച്ചില്ല, പകരം മാവ് വെച്ചില്ല. കിട്ടുന്നതിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമൊക്കെ കഴിഞ്ഞു, അതിന് എന്നും കിട്ടാതായി കഴിയുമ്പോൾ വെട്ടി മാറ്റി. പിന്നെ ഒരു മരം അവിടെ നിന്ന് വെട്ടിമാറ്റിയാൽ വിസ്തരിച്ചൊരു കെട്ടിടം വെക്കാമല്ലോ എന്നാണ്. അതിൻ്റെ ഇലകൾ വന്ന് മുറ്റത്ത് വീടില്ലല്ലോ എന്ന് ധരിക്കുന്നവരാണ്. പക്ഷേ ഈ ചവർ പോലും ഇന്ന്, അല്ലെങ്കിൽ പുല്ല് പോലും ഇന്ന് വേണ്ടാത്തതാണ് എന്നുള്ള മനസ്സിൻ്റെ അവസ്ഥ മനുഷ്യൻ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതൊന്നും പ്രകൃതി വെറുതെ തന്നതല്ല. ചവറ് പോലും അത് മുറ്റത്തെ ചവർ മുഴുവൻ വാരിക്കോരി കൂട്ടി അയൽവാസിയുടെ അപ്പുറത്തേക്ക് വലിച്ചെറിയാണ്, അല്ലെങ്കിൽ അത് മുഴുവൻ കത്തിച്ചിടാണ്. ഈ ചവർ പോലും നമ്മുടെ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ പുല്ലെന്ന് പറയുന്നത് ഭൂമിയുടെ രക്ഷാകവചമാണ്. അത് മുഴുവൻ അടുത്ത് തട്ടിക്കൂട്ടി വൃത്തിയാക്കുന്നത് ഒരു പതിവ്. അവിടെയൊക്കെ ടൈൽസ് വിരിക്കുക. ഈ മനുഷ്യന്റെ ചിന്ത ഇങ്ങനെ മാറുകയാണ്. പക്ഷേ ഈ ഭൂമിയെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. വയലാർ തന്നെ, പി ഭാസ്കരൻ തന്നെ എത്ര പാട്ടുകൾ അല്ലേ നമ്മളൊക്കെ പാടാറുണ്ടല്ലേ? ആലുവാപ്പുഴ പിന്നെയും ഒഴുകി 1000 പാദസ്വരങ്ങൾ തിരിഞ്ഞു, 1000 പാദസ്വരങ്ങൾ തിരിഞ്ഞ് ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. ഓളവും തീരവും ആലിംഗനങ്ങളിൽ എത്ര മനോഹരമായ ആവരണം. ഒരു നദിയെ നോക്കിക്കാണുന്നു. പുഴകൾ, മലകൾ, ഭൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. ഇത് എനിക്ക് പാടാൻ അറിയാമില്ല, ഞാനത് പാടിക്കട്ടെ. എത്രയെത്ര പാട്ടുകളാണ് നമ്മുടെ ഭൂമിയെ കുറിച്ചാണ്. ONV ഭൂമിയുടെ ചരമഗീതം എന്ന് പറയുന്ന കവിത, അത് വായിച്ചു കഴിഞ്ഞാൽ ഇനി നാം എങ്ങോട്ടെന്ന് ചോദിച്ചു. സുഗതകുമാരിയുടെ കവിതകൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു മരം വെട്ടി ആ മരത്തിൽ ഉണ്ടായിരുന്ന ഒരു കിളി വന്ന് താഴെ ചിറക് ഒടിഞ്ഞ് ആ കിളിയുടെ രോദനം, കൂടെ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ട കിളി, എന്നിട്ടും ആ കിളി പാടുകയാണ്. ഇനിയും പാടാം എന്ന് പറഞ്ഞ് പാടുകയാണ്. ഒരു വിരോധം ആരോടും മരത്തിന്, ഈ മരത്തോട് മരത്തിന് ഒരു വിരോധം. ആ കിളിക്ക് വല്ല വിരോധമാണ്. ആ കിളി അവിടെ കൂടുവിട്ടു. ഈ ജൈവ വൈവിധ്യം എല്ലാവർക്കും ജീവിക്കണം. ഈ മരങ്ങളും ഈ പുഴകളും പക്ഷികളും ജന്തുജീവജാലങ്ങളും എല്ലാം ഇവിടെ ജീവിക്കേണ്ടതാണ്. അവർക്കും കഴിയണം.
അവരെല്ലാം അടങ്ങുന്നതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ആവാസ വ്യവസ്ഥ തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ്. ഈ ആവാസ വ്യവസ്ഥ നമുക്ക് വീണ്ടെടുക്കണം. നമ്മുടെ തിരുവനന്തപുരം പോലും ഇന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ മാലിന്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏതാണ്ട് 4-5 സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പുഴയിൽ കൂടി ഒഴുകുന്ന, ഈ കെളിയാറിൽ കൂടി തന്നെ ഒഴുകുന്ന വെള്ളം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളൂ. ആമഴഞ്ചാൻ തോടിൽ കൂടി ഒഴുകുന്ന മാലിന്യം അത് അവിടേക്കാണ് പല വീടുകളിലെയും പല ലോഡ്ജുകളിലെയും ഹോട്ടലുകളിലെയും ഒക്കെ ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞാൽ കിളിയാറിൻ്റെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കാണാൻ കഴിയും. പമ്പയാറിനെ കുറിച്ച് കേരള ഗവൺമെൻറ് നിയോഗിച്ച ഒരു പമ്പ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു. അതിൻ്റെ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് പമ്പയാറിൻ്റെ തീരത്തുള്ള എല്ലാ സിറ്റികളിലെയും ഹോട്ടലിലെയും ആശുപത്രികളിലെയും എല്ലാം ഔട്ട്ലെറ്റുകൾ വെച്ചിരിക്കുന്നത് ഈ പുഴയിലേക്കാണ്. ഇത് മനസ്സ് മാറാതെ എങ്ങനെ ഈ കാര്യം ഇത് നിയമം കൊണ്ട് തടയാൻ പറ്റും? പോലീസ് ആക്ഷൻ കൊണ്ട് നടക്കാൻ ഇല്ല. മനസ്സ് മാറും, മനപരിവർത്തനം ഉണ്ടാകണം, ബോധവൽക്കരണം ഉണ്ടാകണം. ജനങ്ങളെ ഇതിൻ്റെ ദുരന്തവും പറഞ്ഞ് മനസ്സിലാക്കി അവരെ പ്രചോദനവും പ്രേരണയും പ്രതീക്ഷയും പ്രത്യാശയും നൽകി കൊടുക്കണം. എങ്കിലേ അവർ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ഈ പാടശേഖരങ്ങൾ മുഴുവൻ മണ്ണിട്ട് മൂടിയാൽ 6.5 ലക്ഷം ഹെക്ടർ നെൽവയൽ നമുക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉള്ളത് 2.5 ലക്ഷമാണ് കേരളത്തിൽ. എവിടെ പോയി? 3 മീറ്റർ കണ്ട് നമ്മുടെ ഈ ഭൂഗർഭ ജലവിധാനം താന്നുപോയി. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ താന്നുപോയി. ഇനിയും താന്നുകൊണ്ടിരിക്കുക. എന്താണ് ഇതിനൊരു പരിഹാരം? ഒരു നദിയെങ്കിലും നമുക്ക് സംരക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ കിളിയാറിലേക്ക് ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ കിളിയാർ മാത്രം രക്ഷിച്ചാൽ പോലെ കേരളത്തിലെ 44 നദികളും നമുക്ക് രക്ഷിക്കണം. 44 നദികളും രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഭാരതപ്പുഴ, നമ്മൾ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഒന്ന് വെറുതെ നോക്കിയാൽ വലിയ മണൽപ്പാടമായി കിടക്കുകയാണ്. ആ ഭാരതപ്പുഴ അമ്മയുടെ കണ്ണുനീർ കൊണ്ട് ഒരു ചെറിയ ചാലായി ഒഴുകും. ഇനി അതും എന്നാണ് വറ്റിപ്പോകുന്നതെന്ന് ആർക്ക് പറയുന്നത്? 2-3 ജില്ലകളെ ജലസമ്പുഷ്ടമാക്കുന്നതാണ് ഭാരതം. അതുപോലെ ഓരോ നദികൾ ഞാൻ എല്ലായിടത്തും പറയുന്നത്. പെരിയാറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. രാസമാലിന്യങ്ങൾ കൊണ്ട് നടന്നിരിക്കുക. എല്ലാ ഫാക്ടറികളും രാത്രി സമയത്ത് അവരുടെ വേസ്റ്റ്, അവരുടെ കെമിക്കൽ നടന്ന വെള്ളവും എല്ലാം ഒഴുക്കി വിടുകയാണ്. മത്സ്യങ്ങൾ ചത്തുകൊണ്ടു. തീരപ്രദേശത്തുള്ളവർ ഈ വെള്ളമെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് മാരകമായ രോഗങ്ങൾ പെടുന്നു. ഇതെല്ലാം ഈ പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജനജീവിതമാണ്, ഒരു സാമൂഹ്യ ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പുഴ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ നാഡിയാണ്. അത് സംരക്ഷിച്ചേ മതിയാവുകയും. അതുകൊണ്ട് കിള്ളിയാർ എന്ന് പറയുന്നൊരു പ്രതീകം മാത്രമാണ്. കിള്ളിയാറിനെ നമ്മൾ നോക്കിക്കാണുന്നത് അത്. എങ്കിലും എനിക്ക് ഏറ്റവും അധികം പ്രചോദനം ഇപ്പോൾ NCCയുടെ ചുമതല വഹിക്കുന്ന ശ്രീ ആനന്ദ്ജി, അദ്ദേഹം പറഞ്ഞു NCC കേഡറ്റുകളെ അയച്ചു തരാം. അതൊരു വലിയ കാര്യമാണ്. അദ്ദേഹം അതിന് മുൻകൈയെടുത്ത് അത് ചെയ്തു തരാം. നാഷണൽ സർവീസ് സ്കീം കോളേജുകളിൽ, നാഷണൽ സർവീസ് സ്കീം കുട്ടികൾ, ഈ പരിപാടിയിൽ ധാരാളം കുട്ടികളുണ്ട്. അവർക്കൊരു വലിയ പ്രചോദനമാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രേരണാദായകമായ അനുഭവം. അങ്ങനെ എല്ലാവരും ജനങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഇത് വിജയിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത്. നമസ്തേ കിള്ളിയാർ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നിന്നയാവരുത്, നമസ്തേ തന്നെയായിരിക്കും. നമസ്കരിക്കുന്നത് എപ്പോഴും ബഹുമാനവും ആദരവും ഉള്ളപ്പോഴാണ് ഒരാൾക്ക് നമസ്തേ ഉള്ളത്. അതുകൊണ്ട് കിള്ളിയാറിനെ നമുക്ക് സ്നേഹിക്കാം, ആദരിക്കാം, സംരക്ഷിക്കാം.